ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെന്തായാലും ഒരു കളർ പാലറ്റ് വേണം. ആ കളർ പാലറ്റിന് ഒരു ഗ്രേഡിയന്റ് ഉണ്ടാവും. ഗ്രേഡിയന്റ് ഉണ്ടോ? പക്ഷെ അതായത് നമ്മൾ ഗ്രേഡിയന്റ് ഇപ്പോഴും യൂസ് ചെയ്യരുത് ആക്ച്വലി. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഗ്രേഡിയന്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഗ്രേഡിയന്റ് യൂസ് ചെയ്താൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും. അതായത് 1-2 ഇഷ്യൂസ് ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ ലോഗോ ഇപ്പോൾ പറഞ്ഞ പോലെ കളർ പാലറ്റ് നമ്മൾ ഗ്രേഡിയന്റ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് പ്രിന്റ് എടുക്കുമല്ലോ നമ്മൾ. ഇപ്പോൾ നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രിന്റ് എടുക്കുന്ന സമയത്ത് ചില സർഫസിൽ ഇത് നമ്മൾ വിചാരിച്ച പോലെ പ്രിന്റ് കിട്ടണമെന്നില്ല. അതായത് ചില കളേഴ്സ് മേ ബി നമ്മൾ ഓക്കെ സ്ക്രീനിൽ കാണുമ്പോൾ ഓക്കെ ആവും, പക്ഷെ നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്ത് വരുമ്പോൾ ചിലപ്പോൾ ആ കളർ ആയിരിക്കില്ല ഔട്ട് വന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും. ഗ്രേഡിയന്റ് യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതലും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണത്. അതായത് നമ്മൾ ഉദ്ദേശിച്ച കളർ ആവില്ല നമുക്ക് റിസൾട്ട് ആയിട്ട് പ്രിന്റ് ഔട്ടിൽ വരുന്നത്. അത് ഒന്നാമത്തെ ഇഷ്യൂ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു പഴയ സ്റ്റൈലാണ്, ഒരു പഴയ പാറ്റേൺ ആണ്. ഒരുപാട് ഗ്രേഡിയൻസ് വെച്ചിട്ട് ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഇപ്പോഴത്തെ ഏത് ലോഗോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരുപാട് ഗ്രേഡിയൻസ് ഒന്നും വെച്ചിട്ട് ആരും ലോഗോസ് ചെയ്യില്ല. ബിക്കോസ് അതൊക്കെ ഔട്ടായി പോയി, ട്രെൻഡിൽ നിന്ന് കംപ്ലീറ്റ് അത് പോയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്കൊരു ഗ്രേഡിയൻ്റ് യൂസ് ചെയ്യണമെന്ന് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലോഗോയിൽ കംപ്ലീറ്റ് യൂസ് ചെയ്യാതെ മേ ബി ലോഗോയിൽ വേർഡ്സ് കൊടുക്കുമല്ലോ. ഇപ്പോൾ അങ്ങനെ വേർഡ്സ് കൊടുക്കുന്ന സമയത്ത് ചില വേർഡ്സിൻ്റെ അകത്ത് വേർഡ്സിൻ്റെ കളറായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രേഡിയൻ്റ് യൂസ് ചെയ്യാം. അതല്ലാണ്ട് ഒരു ലോഗോ കംപ്ലീറ്റ് ഗ്രേഡിയൻ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് പറഞ്ഞ പോലെ അട്രാക്റ്റീവ് ആയിരിക്കില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടോപ്പ് ബ്രാൻഡ്സിൻ്റെ ലോഗോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ലോഗോസും അങ്ങനെ ഗ്രേഡിയൻ്റ് വെച്ചിട്ട് ചെയ്യുന്നില്ല. അപ്പം അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആളുകൾ നിങ്ങളുടെ ബ്രാൻഡിനെ ശ്രദ്ധിക്കാനും ഒന്ന് ഇഷ്ടപ്പെടാനും അല്ലെങ്കിൽ ആ ഒരു ലോഗോ വെച്ചിട്ട് മേ ബി നിങ്ങളുടെ ബ്രാൻഡിനെ ഓർക്കാനൊക്കെ ചാൻസ് ഉണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും കെൻമയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ അഡ്മിഷൻ എടുക്കാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും.